നമസ്കാരം. മലയാളത്തിൽ ഇന്ന് നിരവധി നടന്മാർ ഉണ്ടെങ്കിലും ചിലർക്ക് മാത്രമേ ഇന്നും സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളൂ. അതിന് പ്രധാന കാരണം തന്നെ അവരുടെ രീതികളൊക്കെ തന്നെ ആയിരിക്കും. അഭിനയിക്കുന്നതിനുള്ള കഴിവ് മാത്രമല്ലല്ലോ, നല്ല മനസ്സ് മനുഷ്യത്വം കൂടെ വേണമല്ലോ ഏത് മേഖലയിൽ പിടിച്ചു നിൽക്കാനും. എന്തുകൊണ്ടോ ഇങ്ങ് മലയാളത്തിലുള്ള നടന്മാർക്കും നടിമാർക്കൊക്കെ അത് ഇത്തിരി കുറവാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പലതും എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഇപ്പോഴിതാ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. നരിവേട്ട സിനിമയെ പ്രശംസിച്ചതിന്റെ പേരിൽ നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയുമായി മുൻ മാനേജർ രംഗത്തെത്തി. പ്രൊഫഷണൽ മാനേജർ വിപിൻ കുമാർ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിപിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സിനിമയെക്കുറിച്ച് താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നുവെന്നും ഇത് ഇഷ്ടപ്പെടാതിരുന്ന നടൻ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. കാക്കനാട്ടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നും വിപിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി. പുള്ളിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. മാർക്കോയ്ക്ക് ശേഷം നല്ല പടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഗെറ്റ് സെറ്റ് ബേബിക്ക് പരാജയപ്പെട്ടു. ഈ ഫ്രസ്ട്രേഷനൊക്കെ ആരുടെയെങ്കിലും ദേഹത്ത് തീർക്കണമല്ലോ. ആളുടെ എല്ലാ ഫ്രസ്ട്രേഷനും എനിക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ. അതിനൊരു പരിധിയുണ്ട്. 18 വർഷമായി സിനിമാ മേഖലയിൽ ഉള്ളയാളാണ്. പല പടങ്ങൾക്കും PR ചെയ്തിട്ടുണ്ട്. അടുത്ത് നരിവേട്ട എന്ന സിനിമയ്ക്ക് PR ചെയ്തിരുന്നു. അതിനെ പ്രശംസിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് അദ്ദേഹത്തിന് പിടിച്ചില്ല. മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നെ ഫോണിൽ വിളിച്ച് നേരിൽ കാണുകയായിരുന്നു. പാർക്കിങ്ങിൽ വെച്ച് എന്താണ് എന്നെ ചെയ്തതെന്ന് പുറത്തു പറയുന്നതിൽ നിയമപരമായ തടസ്സമുണ്ട്. ഫെഫ്കയിലും അമ്മയിലും ഞാൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇത് വിപിൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഉണ്ണി മുകുന്ദൻ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുൻപ് ഉണ്ണി മുകുന്ദൻ മേജർ രവി മർദ്ദിച്ചതായി ആരോപണമുണ്ടായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത സലാം കശ്മീർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു വിവാദ സംഭവം. സിനിമയുടെ ചിത്രീകരണം കാണാനായിരുന്നു ഉണ്ണി മുകുന്ദൻ എത്തിയത്. മേജർ രവി സംഘടന രംഗങ്ങളിൽ സഹായിക്കാനും. ഇതിനിടയിൽ സെറ്റിൽ വെച്ച് ഉണ്ണിയെ മേജർ രവി പരിഹസിച്ചത്രേ. എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഉണ്ണി അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്നാണ് വാർത്തകൾ വന്നത്. ഇരുവരും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇരു താരങ്ങളും വ്യക്തമാക്കിയില്ല. പിന്നീട് മേജർ രവിയുടെ 60ാം പിറന്നാൾ ആഘോഷത്തിൽ ഉണ്ണി പങ്കെടുക്കുകയും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. തനിക്ക് ഉണ്ണിയോട് യാതൊരു പരിഭവവും ഇല്ലെന്നും മകന്റെ പ്രായമേ ഉള്ളൂ അദ്ദേഹത്തിനെന്നുമായിരുന്നു അന്ന് രവി പ്രതികരിച്ചത്.